ജാവയുടെ 6ാമത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്സെപ്റ്റിംഗ് ഡാറ്റ ഫ്രം കീബോർഡ് ഇൻട്രാക്റ്റീവ്ലി. ഇതുവരെ നമ്മൾ ജാവ പ്രോഗ്രാംസ് എഴുതിയപ്പോൾ ആദ്യം നിങ്ങൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ വഴി ഡാറ്റ കൊടുത്തു. രണ്ടാമത് നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് വഴി ഡാറ്റ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഇപ്പോൾ നിങ്ങൾക്ക് 2 നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടർ ആദ്യം എൻ്റർ ദി ഫസ്റ്റ് നമ്പർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഡാറ്റ ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യും. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ അടുത്ത എൻ്റർ ദി സെക്കൻഡ് നമ്പർ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യും. ഈ രീതിയിലുള്ളതിനാണ് നമ്മൾ ഇൻട്രാക്റ്റീവായിട്ട് എൻ്റർ ചെയ്യാന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അക്സെപ്റ്റിംഗ് ഡാറ്റ ഫ്രം കീബോർഡ് ഇൻ്ററാക്റ്റീവ്ലി. ടു റീഡ് ഡാറ്റ ഫ്രം കീബോർഡ്. ജാവയിൽ കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ അതിൽ ചില സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ C++ പഠിച്ചപ്പം അതിൽ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, അവിടെ സീൻ വെച്ച് ഡയറക്റ്റായിട്ട് ഡാറ്റ എടുക്കാം. ഇവിടെ അത്ര ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്രോച്ച് അല്ല. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ജാവയിൽ കീബോർഡിൽ നിന്ന് എങ്ങനെ ഡാറ്റ എടുക്കും എന്നുള്ളതാണ്. കീബോർഡ് അതിൽ നിന്ന് system.in, അതിൽ നിന്ന് ഇൻപുട്ട് സ്ട്രീം റീഡർ, അതിൽ നിന്ന് ബഫർ റീഡർ. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. system.in. ഈ system.in ആണ് കീബോർഡിൽ നിന്ന് ഡാറ്റ നേരിട്ടെടുക്കുന്നത്. അങ്ങനെ കീബോർഡിൽ നിന്ന് ഡാറ്റ നേരിട്ടെടുക്കുമ്പോൾ അത് ബൈറ്റ്സ് ഫോമിലായിരിക്കും. അപ്പോൾ ബൈറ്റ്സ് ഫോമിൽ കീബോർഡിൽ നിന്ന് നേരിട്ട് ഡാറ്റ എടുക്കുന്നതാണ് system.in. The data is received in the form of bytes from the keyboard by system.in, which is an input stream object. ഇത് ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒരു ഓബ്ജക്റ്റ് ആണ് system.in. ഈ system.in ആണ് കീബോർഡിൽ നിന്ന് ബൈറ്റ്സിൻ്റെ ഫോമിൽ ഡാറ്റ എടുക്കുന്നത്. ഇങ്ങനെ ബൈറ്റ്സിൻ്റെ ഫോമിൽ system.in ഡാറ്റ എടുത്തതിന് ശേഷം ആ ഡാറ്റ നേരെ ഇൻപുട്ട് സ്ട്രീം റീഡറിന് പാസ് ചെയ്യും. ഈ ഇൻപുട്ട് സ്ട്രീം റീഡർ ആ ബൈറ്റ്സിലുള്ള ഡാറ്റയെ ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കീബോർഡിൽ നിന്ന് system.in ബൈറ്റ്സിൻ്റെ ഫോമിൽ ഡാറ്റ എടുക്കും. എന്നിട്ട് അത് ഇൻപുട്ട് സ്ട്രീം റീഡറിന് പാസ് ചെയ്യും. ഇൻപുട്ട് സ്ട്രീം റീഡർ ആ ബൈറ്റ്സിൽ നിന്ന് അതിനെ ക്യാരക്ടർ ഫോമിലോട്ട് ആക്കും. That bytes of data is converted to characters by input stream reader. ഈ ഇൻപുട്ട് സ്ട്രീം റീഡറിൽ നിന്ന് നേരെ ബഫേർഡ് റീഡറിലോട്ട് പോകും. ബഫേർഡ് റീഡറിന്റെ ഡ്യൂട്ടി വെച്ചാൽ റീഡ് ടെക്സ്റ്റ് ഫ്രം എ ക്യാരക്ടർ സ്ട്രീം ആൻഡ് ബഫേഴ്സ് ക്യാരക്ടേഴ്സ്. ഇൻപുട്ട് സ്ട്രീം റീഡർ വന്നപ്പോൾ ഈ ബൈറ്റ്സിനെ കൺവേർട്ട് ചെയ്ത് ക്യാരക്ടറാക്കി. ആ ക്യാരക്ടറിന്റെ സ്ട്രീമിൽ നിന്ന് ടെക്സ്റ്റ് റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ബഫേഴ്സ് ക്യാരക്ടേഴ്സ്. കാരണം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റീഡ് ലൈൻ ഫംഗ്ഷൻ നമ്മൾ പിന്നെ നോക്കും. റീഡ് ലൈൻ ഫംഗ്ഷൻ വെച്ചാണ് ഫൈനലി പ്രോഗ്രാമിലോട്ട് ഡാറ്റ വരുന്നത്. ആ റീഡ് ലൈൻ ഫംഗ്ഷൻ വെച്ച് ഡാറ്റ എടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. Buffer reader object reads text from a character input stream, buffering characters so as to provide for the efficient reading of characters, arrays and lines. അപ്പോൾ കീബോർഡിൽ നിന്ന് ബൈറ്റ്സിൻ്റെ ഫോമിൽ system.in എടുക്കും. അത് ഇൻപുട്ട് സ്ട്രീം റീഡറിന് പാസ് ചെയ്യും. ഇൻപുട്ട് സ്ട്രീം റീഡർ ബൈറ്റ്സിനെ ക്യാരക്ടറിലോട്ട് മാറ്റും. ക്യാരക്ടറിലോട്ട് മാറ്റിയതിന് ശേഷം അത് നേരെ ബഫേർഡ് റീഡറിലോട്ട് പോകും. ബഫേർഡ് റീഡർ അതിൽ നിന്ന് ടെക്സ്റ്റ് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഈ മെക്കാനിസം ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം.
2 കമാൻഡ്സ് യൂസ് ചെയ്യുന്ന ആദ്യത്തെ രീതിയും ഒറ്റ കമാൻഡ് യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ രീതി. അതിൽ രണ്ടാമത്തെ രീതിയാണ് കൂടുതൽ പോപ്പുലർ. ആദ്യം നമുക്ക് ആദ്യത്തെ രീതി നോക്കാം. ഇൻപുട്ട് സ്ട്രീം റീഡർ INP ഈസ് ഈക്വൽ ടു ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in. നേരത്തെ പറഞ്ഞ മെക്കാനിസം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നും കൂടെ മെക്കാനിസം പറയാം. കീബോർഡിൽ നിന്ന് system.in ബൈറ്റ് ഫോമിലെടുക്കും. ഇൻപുട്ട് സ്ട്രീം റീഡർ അതിനെ ബൈറ്റ് ഫോമിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ക്യാരക്ടർ ഫോമിലാക്കും. അങ്ങനെ ക്യാരക്ടർ ഫോം ആക്കിയതിന് ശേഷം അത് നേരെ ബഫേർഡ് റീഡറിലോട്ട് പോകും. അതിൽ നിന്ന് ആ ടെക്സ്റ്റ് ഫോമിലെടുത്ത് ബഫർ ചെയ്ത് വെക്കും. ഈ മെക്കാനിസമാണ് ഈ കമാൻഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇൻപുട്ട് സ്ട്രീം റീഡർ INP ഈസ് ഈക്വൽ ടു ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in. ഇതിൽ system.in നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷനാലിറ്റി റീഡ്സ് ഡാറ്റ ഫ്രം കീബോർഡ് ഇൻ ദി ഫോം ഓഫ് ബൈറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം സിൻടാക്സ് നോക്കുമ്പോൾ ഇൻപുട്ട് സ്ട്രീം റീഡർ ഒരു മെത്തഡാണ്. അതിലോട്ട് system.in ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്നുള്ള മെത്തേഡ് ഏതിനെ റിസീവ് ചെയ്യും? system.in പാസ് ചെയ്ത ബൈറ്റ്സിനെ റിസീവ് ചെയ്യും. എന്നിട്ട് ഇൻപുട്ട് സ്ട്രീം റീഡർ എന്തോന്നു ചെയ്യും? ബൈറ്റ്സ് ഓഫ് ഡാറ്റ ഈസ് കൺവേർട്ടഡ് ഇൻടു ക്യാരക്ടേഴ്സ്. ഇങ്ങനെ system.in വഴി ആർഗ്യുമെൻ്റ് ആയിട്ട് കിട്ടുന്ന ബൈറ്റ് ഫോമിലുള്ള ഡാറ്റയെ കൺവേർട്ട് ചെയ്ത് ക്യാരക്ടർ ഫോമിലാക്കും. ഇത് എന്നിട്ട് ഈ ഓബ്ജക്റ്റിൽ റീഡ് ചെയ്യും. ഓബ്ജക്റ്റ് സ്റ്റോർ ചെയ്യും. അതാണ് INP, ഓബ്ജക്റ്റ് ഓഫ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം system.in വഴി ഏതൊക്കെ ബൈറ്റ്സ് ഓഫ് ഡാറ്റ നമ്മൾ പാസ് ചെയ്തു ആ ബൈറ്റ്സ് ഓഫ് ഡാറ്റ എല്ലാം ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് ക്യാരക്ടർ ഫോമിലാക്കി മാറ്റിയിട്ടത് ഓബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. INP എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൽ പ്ലേസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ബഫർ റീഡർ BR ഈസ് ഈക്വൽ ടു ന്യൂ ബഫർ റീഡർ ബ്രാക്കറ്റ് INP. അപ്പം ആദ്യം system.in ബൈറ്റ് ഫോമിലെടുത്തു. ഇൻപുട്ട് സ്ട്രീം റീഡർ ബൈറ്റിൽ നിന്ന് ക്യാരക്ടർ ഫോമിലാക്കി. എന്നിട്ടത് ഓബ്ജക്റ്റ് ആയി. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഈ ക്യാരക്ടർ ഫോമിൽ ഇപ്പം ഡാറ്റ ഉണ്ട്. അതിനെ ബഫേർഡ് റീഡർ എന്തോന്നിയും ടെക്സ്റ്റ് ഫോമിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പം ഫസ്റ്റ് ലൈനിൽ INP എന്നുള്ള ഓബ്ജക്റ്റ്, ആ ഓബ്ജക്റ്റ് ഇവിടെ ബഫേർഡ് റീഡറിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ബഫേർഡ് റീഡർ എന്ന് അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസ് ആണ്. ആ ബഫേർഡ് റീഡർ BR ഈസ് ഈക്വൽ ടു ന്യൂ ബഫേർഡ് റീഡർ INP എന്ന് പറഞ്ഞാൽ BR എന്ന് പറഞ്ഞ ബഫേർഡ് റീഡറിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ബഫേർഡ് റീഡറിൽ കൂടെ ആർഗ്യുമെൻ്റ് ആയിട്ട് INP പാസ് ചെയ്യും. നേരത്തെ നമുക്കറിയാം INP ഏതാണ്? ഇൻപുട്ട് സ്ട്രീം റീഡറിൻ്റെ. എന്ന് പറഞ്ഞാൽ INP പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ INP ന്ന് ബഫേർഡ് റീഡറിന് ഡാറ്റ കിട്ടും. ആ ക്യാരക്ടർ ഫോമിലുള്ള ഡാറ്റയിൽ നിന്ന് ടെക്സ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് ബഫർ ചെയ്യാനായിട്ട് ബഫേർഡ് റീഡർ ക്ലാസ് പറ്റും. അപ്പോൾ ഓബ്ജക്റ്റ് ഓഫ് ഇൻപുട്ട് സ്ട്രീം റീഡർ INP read text, buffered reader read text from a character string and buffers characters. BR ആണ് അതിൻ്റെ ഓബ്ജക്റ്റ് ഓഫ് ബഫേർഡ് റീഡർ ക്ലാസ്. ഇതാണ് ആദ്യത്തെ രീതി. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. ഇൻപുട്ട് സ്ട്രീം റീഡർ INP ഈസ് ഈക്വൽ ടു ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in എന്ന് വെച്ചാൽ ഇത് വെച്ച് INP എന്നൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും? system.in വഴി ബൈറ്റ് ഫോമിൽ ഡാറ്റ വരും. അത് ഇൻപുട്ട് സ്ട്രീം റീഡർ ആ ബൈറ്റ്സ് ഫോമിലുള്ള ഡാറ്റ ക്യാരക്ടറാക്കും. എന്നിട്ടത് INP എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൽ പ്ലേസ് ചെയ്യും. ഈ INP എന്ന് പറഞ്ഞ ഇൻപുട്ട് സ്ട്രീം റീഡറിൻ്റെ ഓബ്ജക്റ്റ് ആണ് അടുത്ത ലൈനിൽ ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ആ ബഫേർഡ് റീഡറിലോട്ട് പാസ് ചെയ്യുമ്പം ഈ ഓബ്ജക്റ്റിൽ നിന്ന് അതിന് ടെക്സ്റ്റ് ഫോമിലുള്ള ക്യാരക്ടർ എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതിന് ശേഷം അത് ബഫർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പും കൂടി ചെയ്ത് കഴിയുമ്പം ടെക്സ്റ്റ് ഫോമിലുള്ള ഡാറ്റ ബഫറിനകത്ത് വരും. ഇത് രണ്ട് ലൈനിൽ നമ്മൾ എഴുതിയിരിക്കുന്നു. ഇനി ഇതേ കാര്യം സിംഗിൾ ലൈനിൽ എഴുതാനുള്ള സിൻടാക്സും ജാവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തത്. ഓർ ബഫർ റീഡർ BR ഈസ് ഈക്വൽ ടു ന്യൂ ബഫർ റീഡർ ബ്രാക്കറ്റിൽ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ലൈനിലെ ആ ഒരു ലോജിക്ക് ഒറ്റ ലൈനിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ബഫർ റീഡർ BR ഈസ് ഈക്വൽ ടു ന്യൂ ബഫർ റീഡർ
ബ്രാക്കറ്റിൽ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ സിസ്റ്റം ഡോട്ട് ഇൻ. വീണ്ടും ഇതിൻ്റെ മെക്കാനിസം പഴയ മെക്കാനിസം തന്നെയാണ്. സിസ്റ്റം ഡോട്ട് ഇൻ റീഡ്സ് ഡാറ്റ ഫ്രം കീബോർഡ് ഇൻ ദി ഫോം ഓഫ് ബൈറ്റ്സ്. ബൈറ്റ്സ് ഫോമിൽ ഡാറ്റ റീഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ഇൻപുട്ട് സ്ട്രീം റീഡറിന് പാസ് ചെയ്യുന്നു. ഇൻപുട്ട് സ്ട്രീം റീഡർ ആ ബൈറ്റ്സ് ഫോമിലുള്ള ഡാറ്റയെ ക്യാരക്ടർ ഫോമിലാക്കുന്നു. ക്യാറ്റ് ഫോമിലാക്കിയതിന് ശേഷം ഇത് ബഫർ റീഡറിലോട്ട് പാസ് ചെയ്യുന്നു. ബഫർ റീഡർ റീഡ് ടെക്സ്റ്റ് ഫ്രം എ ക്യാരക്ടർ സ്ട്രീം ആൻഡ് ബഫേഴ്സ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ലൈൻ നോക്കിയാൽ അറിയാം, ഈ ഇൻപുട്ട് സ്ട്രീം റീഡറിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് സിസ്റ്റം ഡോട്ട് ഇൻ, സിസ്റ്റം ഡോട്ട് ഇന്നിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സ്ട്രീം റീഡർ വരും. ബഫർ റീഡറിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് ആ ഇൻപുട്ട് സ്ട്രീം റീഡർ. അപ്പം സിസ്റ്റം ഡോട്ട് ഇന്നിൽ നിന്ന് ഇൻപുട്ട് സ്ട്രീം റീഡർ വഴി ബഫർ റീഡറിലോട്ട് വരും. ഇവിടെയും അവസാനം BR എന്നുള്ളത് ബഫർ റീഡർ ഓബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കാൻ പോകുന്ന റീഡ് ലൈൻ ഫംഗ്ഷൻ BR എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൽ നിന്നായിരിക്കും ഡാറ്റ എടുക്കുന്നത്. ഇനി ഡാറ്റ നമുക്കറിയാം, ഇൻറ്റിജർ ഡാറ്റയുണ്ട്, ഫ്ലോട്ട് ടൈപ്പ് ഡാറ്റയുണ്ട്, ഡബിൾ ഡേറ്റ് ഡാറ്റയുണ്ട്. ഇനി BR റീഡ് ലൈൻ ഫംഗ്ഷൻ വെച്ച് അതെങ്ങനെ എടുക്കുന്നു നോക്കാം. ആദ്യം ഇൻറ്റിജർ നമ്പർ ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ഡോട്ട് പാഴ്സ് INT BR ഡോട്ട് റീഡ് ലൈൻ. ഇതിൽ BR എന്ന് പറയുന്നത് ബഫേർഡ് റീഡറിൻ്റെ ഓബ്ജക്റ്റ് ആണ്. സിസ്റ്റം ഡോട്ട് ഇൻ വഴി ബൈറ്റ് ഫോമിൽ വന്ന ഡാറ്റയെ ഇൻപുട്ട് സ്ട്രീം റീഡർ യൂസ് ചെയ്ത് ക്യാരക്ടർ ഫോമിലാക്കി, എന്നിട്ടത് ബഫേർഡ് റീഡറിലോട്ട് പാസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ബഫേർഡ് റീഡറിൻ്റെ ഓബ്ജക്റ്റിനകത്ത് ഇപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ കാണും. ആ ഡാറ്റയെ നമ്മൾ റീഡ് ലൈൻ മെത്തേഡ് വെച്ച് എടുക്കുന്നു. ആ ടെക്സ്റ്റ് ഫോമിലുള്ള ഡാറ്റയെ നമുക്ക് സ്ട്രിങ് എന്ന് വിളിക്കാം. ആ ടെക്സ്റ്റ് ഫോമിലുള്ള അല്ലെങ്കിൽ സ്ട്രിങ് ഫോമിലുള്ള ഡാറ്റയെ BR ഓർ റീഡ് ലൈൻ വെച്ച് വിളിക്കുന്നു. ഇനി നമ്മളിവിടെ ഇൻറ്റിജർ ആണ്. നമ്മൾ നേരത്തെ അറിയാം, കീബോർഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അൾട്ടിമേറ്റ് സിസ്റ്റത്തിൽ കിട്ടുമ്പോൾ, പ്രോഗ്രാമിന് കിട്ടുമ്പം അത് ക്യാരക്ടർ ഫോം ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രിങ് ഫോം ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്കതിനെ ന്യൂമറിക്കലായിട്ട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഇൻറ്റിജറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റിജർ ഡോട്ട് പാഴ്സ് INT. അപ്പോൾ BR ഡോട്ട് റീഡ് ലൈൻ വഴി ബഫറിൽ നിന്ന് എടുക്കുന്ന ആ സ്ട്രിങ് ടൈപ്പ് ഡാറ്റയെ പാഴ്സ് INT ഇൻറ്റിജർ ഡോട്ട് പാഴ്സ് INT മെത്തേഡ് വെച്ച് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജർ ആക്കുന്നു. അങ്ങനെ ഇൻറ്റിജർ ആക്കിയതിന് ശേഷം അത് എവിടെ സ്റ്റോർ ചെയ്യുന്നു? നമ്പർ എന്നുള്ള ഇൻറ്റിജർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. റീഡ് ലൈൻ റീഡ്സ് ക്യാരക്ടർ ഫ്രം ദി ബഫർ ലൈൻ ബൈ ലൈൻ. റീഡ് ലൈൻ എൻ്റെ പേരിൽ നിന്ന് അറിയാം, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. അത് ആ ബഫേർഡ് റീഡർ ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ആണ് BR ഡോട്ട് റീഡ് ലൈൻ വെച്ചാണ് റീഡ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ മെത്തേഡ് യൂസ് ടു കൺവേർട്ട് എ നമ്പർ റെപ്രസെൻറ്റഡ് ആസ് എ സ്ട്രിങ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഇൻറ്റിജർ ടൈപ്പ്. പാഴ്സ് INT വെച്ച് ആ ഇൻറ്റിജർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, സ്ട്രിങ് ഫോമിൽ നിന്ന് ഇൻറ്റിജർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പാഴ്സ് INT ഇൻറ്റിജർ ഓബ്ജക്റ്റിനകത്തുള്ള പാഴ്സ് INT മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ കിട്ടിയ ഇൻറ്റിജർ നമ്മൾ നമ്പർ എന്ന് പറഞ്ഞ ഇൻറ്റിജർ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. ഇതാണ് നമ്പർ ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ഡോട്ട് പാഴ്സ് INT BR ഡോട്ട് റീഡ് ലൈൻ. ഇതേപോലെ അടുത്തത് ഫ്ലോട്ട്. നമ്പർ ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് പാഴ്സ് ഫ്ലോട്ട് BR ഡോട്ട് റീഡ് ലൈൻ. റീഡ് ലൈൻ വഴി ബഫർ റീഡറിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യുന്നു. BR എന്നുള്ളത് ബഫർ റീഡറിൻ്റെ ഓബ്ജക്റ്റ് ആണ്. പാഴ്സ് ഫ്ലോട്ട് വഴി അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡാറ്റയാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റിയതിന് ശേഷം ആ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡാറ്റ ഇവിടെ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ, ഈ കേസിൽ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ സ്വാഭാവികമായിട്ടും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ പെട്ടതായിരിക്കണം. അപ്പം നമ്പർ ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് ഡോട്ട് പാഴ്സ് ഫ്ലോട്ട് BR ഡോട്ട് റീഡ് ലൈൻ. നമുക്ക് ബഫറിൽ നിന്ന് റീഡ് ചെയ്ത ഡാറ്റയെ ഫ്ലോട്ട് ഡോട്ട് പാഴ്സ് ഫ്ലോട്ട് വഴി ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റയായിട്ട് മാറ്റിയതിന് ശേഷം അത് നമുക്ക് നമ്പറിൽ സ്റ്റോർ ചെയ്യാം. അടുത്ത ഇതേ ഓപ്പറേഷൻ ഡബിളിൽ ചെയ്യുന്നത്. നമ്പർ ഈസ് ഈക്വൽ ടു ഡബിൾ ഡോട്ട് പാഴ്സ് ഡബിൾ BR ഡോട്ട് റീഡ് ലൈൻ. വീണ്ടും റീഡ് ലൈൻ വെച്ച് ബഫറിൽ നിന്ന് ലൈൻ ബൈ ലൈൻ ആയിട്ട് ക്യാരക്ടർ റീഡ് ചെയ്യുന്നു. BR എന്നുള്ളത്
ബഫേർഡ് റീഡർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ആ പാഴ്സ് ഡബിൾ മെത്തേഡ് വെച്ച് ഈ സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഡബിൾ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡബിൾ ഡോട്ട് പാഴ്സ് ഡബിൾ വെച്ച് ഡബിൾ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ നമ്പർ എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ ഡബിൾ ഡാറ്റ ടൈപ്പിൽ പെട്ട വേരിയബിൾ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഇൻറ്റിജർ ഡോട്ട് പാഴ്സ് INT BR ഡോട്ട് റീഡ് ലൈൻ വെച്ച് ഇൻറ്റിജർ നമ്പറിനെയും ഫ്ലോട്ട് ഡോട്ട് പാഴ്സ് ഫ്ലോട്ട് BR ഡോട്ട് റീഡ് ലൈൻ വെച്ച് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെയും ഡബിൾ ഡോട്ട് പാഴ്സ് ഡബിൾ BR ഡോട്ട് റീഡ് ലൈൻ വെച്ച് ഡബിൾ ടൈപ്പ് നമ്പറിനെയും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതുവരെ നമ്മൾ ജാവ പ്രോഗ്രാം എഴുതിയപ്പം അതിൽ ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നു. ഇവിടെ നമ്മൾ ബഫേർഡ് റീഡർ ക്ലാസ് യൂസ് ചെയ്യുമ്പം അവിടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ സെമിക്കോളൻ. ബഫേർഡ് റീഡർ ക്ലാസ് ആൻഡ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് ആർ ഇൻ ജാവ ഡോട്ട് IO പാക്കേജ് എന്ന് പറഞ്ഞാൽ C++ നമ്മൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി C++ലെ ഉള്ള ഹെഡർ ഫയൽ പോലത്തെ കോൺസെപ്റ്റ്. ഇവിടെ ബഫേർഡ് റീഡർ ക്ലാസ്സും നമ്മൾ നേരത്തെ ബഫേർഡ് റീഡർ ക്ലാസ് ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ്സും പറഞ്ഞു. ഈ രണ്ട് ക്ലാസ്സും ജാവയ്ക്കകത്ത് IO ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജിനകത്താണ് ഉള്ളത്. അപ്പോൾ ഈ ക്ലാസ് പ്രോഗ്രാമിനകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാക്കേജ് നമ്മളെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇമ്പോർട്ട് സ്പേസ് ജാവ ഡോട്ട് IO എന്നുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ വൈൽഡ് ക്യാരക്ടർ ആണ്. എന്ന് വെച്ചാൽ IO പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സസും ഇപ്പം നമ്മളെ പ്രോഗ്രാമിലോട്ട് വരും. സോ ദീസ് ടു ക്ലാസ്സസ് ആർ ടു ബി ഇമ്പോർട്ട് ഇൻ ടു ജാവ പ്രോഗ്രാം. അപ്പം നമ്മളെ ബഫേർഡ് റീഡർ ക്ലാസ്സും ഇൻപുട്ട് റീഡർ ക്ലാസ്സും പ്രോഗ്രാമിനകത്ത് വന്നാൽ മാത്രമേ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഈ രണ്ട് ക്ലാസ്സും ജാവയ്ക്കകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ പാക്കേജിനകത്താണ്. അപ്പം ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ സെമിക്കോളൻ സിൻടാക്സ് വെച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സിനെയും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ സെമിക്കോളൻ. This program statement imports all classes inside the java.io package into the Java program. IO പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സിനെയും നമുക്ക് ജാവ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ജാവ പ്രോഗ്രാം. C++ നമ്മൾ പ്രോഗ്രാം എഴുതിയപ്പോൾ നിങ്ങൾക്കറിയാം ഹെഡർ ഫയൽസ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതി. അതേപോലെ തന്നെ ജാവ പ്രോഗ്രാമിലും ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. ജാവയിൽ നമ്മൾ നേരത്തെ പ്രോഗ്രാം എഴുതിയപ്പോൾ നമുക്കറിയാം ജാവയുടെ മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS ഇത്രയും വരെ നമ്മൾ യൂസ് ചെയ്തോളൂ. പക്ഷെ ഇപ്പം അതിൻ്റെ കൂടെ ത്രോസ് IO എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കൂടെ വരും. ഇവിടെയും ബഫേർഡ് റീഡർ ക്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കൂടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS എന്നുള്ളത് മെയിൻ മെത്തേഡ്, ജാവയുടെ മെയിൻ മെത്തേഡാണ്. അതേസമയം ത്രോസ് IO എക്സെപ്ഷൻ എന്നുള്ളത് ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസമാണ്. ദിസ് ഈസ് മസ്റ്റ് വെൻ ബഫേർഡ് റീഡർ ക്ലാസ് ഈസ് യൂസ്ഡ്. ബഫേർഡ് റീഡർ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ ഇത് മസ്റ്റ് ആണ്. ഇനി എക്സെപ്ഷനെ പറ്റി പറയാണ്. ആൻ എക്സെപ്ഷൻ ഓർ എക്സെപ്ഷണൽ ഇവന്റ് ഈസ് എ പ്രോബ്ലം ദാറ്റ് അറൈസസ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഉണ്ടാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെയാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. വെൻ ആൻ എക്സെപ്ഷൻ ഒക്കേഴ്സ് the normal flow of the program is disrupted and the program or application terminates abnormally. ഇങ്ങനത്തെ എക്സെപ്ഷൻ ഉണ്ടായാൽ സാധാരണഗതിയിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാനോ ടെർമിനേറ്റ് ചെയ്യാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഇത് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, വിച്ച് ഈസ് നോട്ട് റെക്കമെൻഡഡ്. therefore these exceptions are to be handled. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ പ്രോഗ്രാം അബ്രപ്റ്റ് ആയിട്ട് അങ്ങ് നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ചില പ്രൊസീജിയേഴ്സ് എഴുതണം. അതിനെയാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിന്നെ ജാവയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പം ഈ ത്രോസ് IO എക്സെപ്ഷൻ വഴി ആ ഒരു മെക്കാനിസം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഫോളോയിങ് ആർ സം സിനാരിയോസ് വേർ ആൻ എക്സെപ്ഷൻ ഒക്കേഴ്സ്. എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ആണ് പറയാൻ പോകുന്നത്.
എ യൂസർ ഹാസ് എൻ്റർഡ് ഇൻവാലിഡ് ഡാറ്റ. ഒരു ഇൻവാലിഡ് ഡാറ്റ എൻ്റർ ചെയ്താൽ എക്സെപ്ഷൻ വരാം. എ ഫയൽ ദാറ്റ് നീഡ്സ് ടു ബി ഓപ്പൺഡ് കനോട്ട് ബി ഫൗണ്ട്. ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ കമാൻഡ് കൊടുത്തു, പക്ഷെ ആ ഓപ്പൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞ ഫയല് സെക്കൻഡറി മെമ്മറിയിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സെപ്ഷൻ വരാം. എ നെറ്റ്വർക്ക് കണക്ഷൻ ഹാസ് ബീൻ ലോസ്റ്റ് ഇൻ ദി മിഡിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഓർ ദി JVM ഹാസ് റൺ ഔട്ട് ഓഫ് മെമ്മറി. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് കണക്ഷൻ പോവുകയോ അല്ലെങ്കിൽ ജാവ വെർച്വൽ മെഷീൻ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി ഇല്ലാതായി പോയാലോ അപ്പോഴൊക്കെ ഏത് വരാം? എക്സെപ്ഷൻസ് വരാം. സം ഓഫ് ദീസ് എക്സെപ്ഷൻസ് ആർ കോസ്ഡ് ബൈ യൂസർ എറർ. യൂസേഴ്സിൻ്റെ എറർ കാരണം വരാം. അതേഴ്സ് ബൈ പ്രോഗ്രാമർ എറർ, പ്രോഗ്രാമിങ്ങിൻ്റെ എറേഴ്സ് കാരണം വരാം. ആൻഡ് അതേഴ്സ് ബൈ ഫിസിക്കൽ റിസോഴ്സസ് ദാറ്റ് ഹാവ് ഫെയിൽഡ് ഇൻ സം മാനർ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും എക്സെപ്ഷൻസ് വരാം. അപ്പോൾ ഇവിടെ ജാവയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിവിടെ ബഫേർഡ് റീഡർ ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബഫേർഡ് റീഡർ ക്ലാസ് യൂസ് ചെയ്യുമ്പം അവിടെ നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം വേണം. അത് നമ്മൾ മെയിൻ മെത്തേഡിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. അത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS ത്രോസ് IO എക്സെപ്ഷൻ. ഇനി നമുക്ക് ആക്ച്വൽ ജാവ പ്രോഗ്രാമിലോട്ട് പോകാം. പ്രോഗ്രാം ടു ആക്സെപ്റ്റ് 2 integers interactively using keyboard and finding the sum. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 2 രീതിയിൽ നമുക്ക് ഇത് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന്, ഇൻപുട്ട് സ്ട്രീം റീഡറിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് രണ്ടാമത്തെ ലൈനിൽ അത് ബഫർ റീഡറിൽ പാസ് ചെയ്തിട്ട്, രണ്ടാമത്തെ മെത്തേഡ് ഒറ്റ ലൈനിലായിട്ട് ചെയ്യുന്നു. അപ്പം നമ്മളിപ്പം ആദ്യത്തെ പ്രോഗ്രാം ടു ആക്സെപ്റ്റ് 2 integers interactively using keyboard and find the sum എന്നുള്ളത് ആദ്യത്തെ രീതിയിലുള്ള ലോജിക് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യും എന്നാണ് നോക്കാൻ പോകുന്നത്. പ്രോഗ്രാം ടു ആക്സെപ്റ്റ് 2 integers interactively using keyboard and finding the sum. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ബഫർ റീഡർ ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബഫർ റീഡർ ക്ലാസ്സും ഇൻപുട്ട് സ്ട്രീം റീഡറും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജാവയ്ക്കകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഇമ്പോർട്ട് java.io.star:. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ജാവ പ്രോഗ്രാമിലും ഏറ്റവും ആദ്യം ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വരണം. അപ്പോൾ ഇമ്പോർട്ട് java.io.star:. അടുത്ത നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ അക്സെപ്റ്റ് ഇൻറ്റിജർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് ക്ലാസ് ACCPINT. എന്നിട്ട് ക്ലാസിൻ്റെ ഓപ്പണിംഗ് ബ്രേസസ് ഇട്ടു. അടുത്ത് മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS. വീണ്ടും നമുക്കറിയാം നമ്മൾ പ്രോഗ്രാമിൽ ബഫർ റീഡർ ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം വേണം. അതുകൊണ്ട് അതിൻ്റെ കൂടെ ത്രോസ് IO എക്സെപ്ഷൻ. ഈ IO എക്സെപ്ഷൻ ഒറ്റ വേർഡാണ്. Iയും Oയും ഇയും ക്യാപിറ്റൽ. അടുത്തത് നമ്മൾ മെയിനിൻ്റെ ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഈ പ്രോഗ്രാം 2 ഇൻറ്റിജർ നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്ത് സം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം വേരിയബിൾ ഡിക്ലറേഷൻ INT num1, num2, sum. num1-നകത്ത് നമ്മൾ ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്യും, num2-നകത്ത് രണ്ടാമത്തെ നമ്പർ സ്റ്റോർ ചെയ്യും. അവസാനം രണ്ടും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ സം വയ്ക്കാൻ വേണ്ടി സം എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യും. നമ്മൾ ആദ്യത്തെ രീതി ഇൻപുട്ട് സ്ട്രീം റീഡർ INP = ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in. അപ്പോൾ system.in നിന്ന് ബൈറ്റ്സ് കീബോർഡിൽ നിന്ന് ബൈറ്റ് ഫോമിൽ കീബോർഡിൽ നിന്ന് എടുക്കും. ഇൻപുട്ട് സ്ട്രീം റീഡർ അതിനെ കൺവേർട്ട് ചെയ്ത് ക്യാരക്ടർ ആക്കും. എന്നിട്ടത് INP എന്നുള്ള ഓബ്ജക്റ്റിനകത്ത് വയ്ക്കും. INP എന്നുള്ളത് ഇൻപുട്ട് സ്ട്രീം റീഡറിൻ്റെ ഓബ്ജക്റ്റ് ആണ്. അതാണ് ആദ്യത്തെ ലൈൻ. രണ്ടാമത്തെ ലൈൻ ബഫർ റീഡർ BR = ന്യൂ ബഫർ റീഡർ INP. അപ്പം ആദ്യത്തെ ലൈനിലെ INP എന്നുള്ള ഓബ്ജക്റ്റ് രണ്ടാമത്തെ ലൈനിൽ ബഫർ റീഡറിൻ്റെ ഇൻപുട്ടായിട്ട് വന്നു, ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തു. അപ്പം system.in വഴി ബൈറ്റ് ഫോമിൽ എടുത്തതിനെ ഇൻപുട്ട് സ്ട്രീം റീഡർ വഴി ക്യാരക്ടർ ഫോമിലാക്കിയിട്ട് അത് ടെക്സ്റ്റൽ ഡേറ്റയായിട്ട് ബഫർ ചെയ്ത് വെക്കാൻ വേണ്ടി ബഫർ റീഡർ. ഈ ബഫർ റീഡർ ക്ലാസിൻ്റെ ഓബ്ജക്റ്റാണ് BR എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ആ BR നിന്ന് റീഡ് ലൈൻ ഫംഗ്ഷൻ വഴി ഡേറ്റ എടുക്കാൻ പറ്റും. system.out.print എൻ്റർ ദി ഫസ്റ്റ് നമ്പർ. നമ്മൾ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. num1 = integer.parse INT BR.readLine.
നമ്മൾ നേരത്തെ ബി ആർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ബി ആർ ഡോട്ട് റീഡ് ലൈൻ മെത്തേഡ് വഴി, അപ്പം ബി ആർ ഡോട്ട് റീഡ് ലൈൻ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം സിസ്റ്റം ഡോട്ട് ഇന്നിൽ കൂടെ ബൈറ്റ് ഫോമിൽ എൻ്റർ ചെയ്ത ഡേറ്റ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്യാരക്ടർ ഫോമിലാക്കിയതിന് ശേഷം അത് ടെക്സ്റ്റ് ഫോമിൽ ബഫർ റീഡറിൽ ബഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ബഫറിൽ നിന്ന് റീഡ് ലൈൻ മെത്തേഡ് വഴി എടുക്കാം. അപ്പം റീഡ് ലൈൻ മെത്തേഡ് വഴി സ്ട്രിംഗ് ഫോമിൽ എടുക്കും, ക്യാരക്ടർ ഫോമിൽ എടുക്കും. നമുക്കിവിടെ ഇൻറ്റിജർ ആക്കണം. ഇൻറ്റിജർ ആക്കാൻ വേണ്ടി പാഴ്സ് INT മെത്തേഡ് യൂസ് ചെയ്ത് ആ സ്ട്രിംഗ് ഫോമിലുള്ളതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇൻറ്റിജർ ആക്കുന്നു. ഇൻറ്റിജർ ആക്കിയിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ വഴി അത് num1 സ്റ്റോർ ചെയ്യുന്നു. അതാണ് num1 ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ഡോട്ട് പാഴ്സ് INT BR ഡോട്ട് റീഡ് ലൈൻ. അപ്പോൾ ആദ്യത്തെ നമ്പർ num1 വന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്പർ നമുക്ക് എടുക്കണം. സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റ് എൻ്റർ ദി സെക്കൻഡ് നമ്പർ. എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് കമ്പ്യൂട്ടർ ചോദിക്കും. എന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ വെയിറ്റ് ചെയ്യും. നമ്മൾ രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യാം. num2 is equal to integer dot parse INT BR dot read line. അപ്പം രണ്ടാമത്തെ നമ്മൾ എൻ്റർ ചെയ്തു. അത് ബൈറ്റ് ഫോമിൽ സിസ്റ്റം ഡോട്ട് ഇന്നിൽ കൂടെ ഇൻപുട്ട് സ്ട്രീം റീഡറിൽ എത്തുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ക്യാരക്ടർ ആക്കും. എന്നിട്ട് ടെക്സ്റ്റ് ഫോമിൽ അതിനെ ബഫേർഡ് റീഡറിൽ സ്റ്റോർ ചെയ്യും. ബഫേർഡ് റീഡറിൻ്റെ ഓബ്ജക്റ്റ് വഴി റീഡ് ലൈൻ മെത്തേഡ് വഴി ആ സ്ട്രിങ്ങിനെ നമ്മൾ ബഫേർഡ് റീഡറിൽ നിന്ന് എടുക്കും. എന്നിട്ട് വീണ്ടും ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പാഴ്സ് INT മെത്തേഡ് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് num2. അപ്പോൾ ഈ രണ്ട് ലൈനും ചെയ്ത് കഴിയുമ്പോൾ num1 ആദ്യത്തെ ഇൻറ്റിജർ നമ്പറും വരും, num2 രണ്ടാമത്തെ ഇൻറ്റിജർ നമ്പറും വരും. ഇനി നമുക്ക് ആഡ് ചെയ്യാം. സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2 സെമിക്കോളൻ. അപ്പോൾ num1 നമ്പറും num2 നമ്പറും കൂടെ ആഡ് ചെയ്ത് സം എന്ന വേരിയബിളിൽ വയ്ക്കും. ഇനി നമ്മുടെ സിസ്റ്റം ഔട്ട് പ്രിന്റ് എല്ലാം വഴി പ്രിന്റ് ചെയ്യിക്കുന്നത് ദി സം ഓഫ് num1 ആൻഡ് num2 ഈസ് സം. മെയിൻ മെത്തേഡിൻ്റെ ക്ലോസിംഗ് ബ്രേസ്, ക്ലാസിൻ്റെ ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് പ്രോഗ്രാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് നമ്മൾ ജാവാസി വെച്ച് കമ്പയർ ചെയ്യുന്നു. ജാവാസി ACPINT ഡോട്ട് ജാവ എന്നിട്ട് റൺ ചെയ്യാൻ വേണ്ടി ജാവ ACCPINT. അവിടെ നമ്മൾ ഡാറ്റ കൊടുത്തില്ല, ജാവ ACCPINT. അപ്പോൾ കമ്പ്യൂട്ടർ ചോദിക്കും എൻ്റർ ദി ഫസ്റ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളിൽ 30 എൻ്റർ ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടർ അടുത്ത നമ്പർ ചോദിക്കും എൻ്റർ ദി സെക്കൻഡ് നമ്പർ. നമ്മൾ 40 എൻ്റർ ചെയ്തു. അപ്പോൾ 30 40 കൂടെ ആഡ് ചെയ്തിട്ട് 70. ദി സം ഓഫ് 30 ആൻഡ് 40 ഈസ് 70. ഇതാണ് ആദ്യത്തെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ രീതിയിൽ നമ്മൾ ഒറ്റ ലൈനിൽ 2 ലൈനിലാണ് ചെയ്തത്. സിസ്റ്റം ഡോട്ട് ഇൻ വഴി ഡാറ്റ എടുത്തു, അതിനെ ഇൻപുട്ട് സ്ട്രീം റീഡറിൻ്റെ ഓബ്ജക്റ്റ് വെച്ചു. രണ്ടാമത്തെ ലൈനിൽ ബഫേർഡ് റീഡർ അത് ആർഗ്യുമെൻ്റ് ആയിട്ട് എടുത്തതിന് ശേഷം വർക്ക് ചെയ്തു. ഇനി ഈ 2 ലൈനിൽ എഴുതാതെ അത് നമുക്ക് ഒറ്റ ലൈനിൽ എഴുതാം. നേരത്തെ നോക്കിയത് അതുള്ള പ്രോഗ്രാംസാണ് കോമൺ. ഇനിയുള്ള പ്രോഗ്രാംസൊക്കെ അങ്ങനെയായിരിക്കും എഴുതുന്നത്. അപ്പോൾ സെയിം program to accept unit interactively using keyboard and finding the sum. സെക്കൻഡ് ടൈപ്പ് ലോജിക് യൂസ് ചെയ്യുന്നതാണ് അടുത്തത്. പ്രോഗ്രാം ടു accept two integers interactively using keyboard and finding the sum. വീണ്ടും ഇവിടെ ബഫർ റീഡർ വരുന്നുണ്ട്. ഇമ്പോർട്ട് java.io.star ക്ലാസ് ACCPINT. ക്ലാസിന്റെ ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് മീൻ സ്ട്രിംഗ് ARGS. വീണ്ടും ബഫർ റീഡർ ഒക്കെ വരുന്നുണ്ട്, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ത്രോസ് IO എക്സെപ്ഷൻ. മെയിൻ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ് INT num1, num2, sum. ഫസ്റ്റ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി num1, സെക്കൻഡ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി num2, സം സ്റ്റോർ ചെയ്യാൻ വേണ്ടി സം. മെയിൻ ലൈൻ ബഫർ റീഡർ BR is equal to ന്യൂ ബഫർ റീഡർ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ നോട്ട് ഇൻ. ശരിക്കും ഒറ്റ ലൈനാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത ലൈനിലോട്ട് പോയത്. ശരിക്കും സിൻറ്റാറ്റിക്കലി ഒറ്റ ലൈനാണ്. ബഫർ റീഡർ BR is equal to ന്യൂ ബഫർ റീഡർ ബ്രാക്കറ്റ് ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ സിസ്റ്റം ഡോട്ട് ഇൻ. അപ്പം സിസ്റ്റം ഡോട്ട് ഇൻ വഴി നമ്മൾ റീഡ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഡോട്ട് ഇൻ വഴി ബൈറ്റ് ഫോമിൽ ഡാറ്റ വരും. ഇൻപുട്ട് സ്ട്രീം റീഡർ അതിനെ ക്യാരക്ടർ ഫോമിലാക്കും. എന്നിട്ട് നേരെ ബഫർ റീഡർ BRലോട്ട് അത് വിടും. ബഫർ റീഡർ BR ടെക്സ്റ്റ് ഫോമിലാക്കി ബഫർ ചെയ്ത് വയ്ക്കും ഒറ്റ ലൈനിൽ. നമ്മൾ സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റ് എൻ്റർ ദി ഫസ്റ്റ് നമ്പർ. num1 is equal to integer dot parse INT BR dot read line.
ഈ ബി ആർ എന്നുള്ളത് ബഫർ റീഡറിൻ്റെ ഓബ്ജക്റ്റ് ആണ്. ആ ഓബ്ജക്റ്റ് വെച്ച് റീഡ് ലൈൻ മെത്തേഡ് വഴി ആ ബഫറിനകത്തുള്ള ആ സ്ട്രിങ്ങിനെ എടുക്കുന്നു. പാഴ്സ് IND വെച്ച് ആ സ്ട്രിങ്ങിനെ സ്ട്രിങ് ഫോമിൽ നിന്ന് ഇൻറ്റിജർ ഫോമിലാക്കുന്നു. എന്നിട്ട് num1 സ്റ്റോർ ചെയ്യുന്നു. അടുത്ത system.out enter the second number. അതിൻ്റെ ലോജിക് num2 is equal to integer.parseIND br.readline. വീണ്ടും br.readline മെത്തേഡ് വഴി ബഫറിൽ നിന്ന് ടെക്സ്റ്റ് ഫോമിൽ ഡേറ്റ എടുക്കുന്നു. അതിനെ പാഴ്സ് IND വെച്ച് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജർ ആക്കുന്നു. ഇൻറ്റിജർ ആക്കിയതിന് ശേഷം num2 സ്റ്റോർ ചെയ്യുന്നു. സം കണ്ടുപിടിക്കുക. സം ഈസ് ഈക്വൽ num1 പ്ലസ് num2. പിന്നെ system.out എല്ലാം വെച്ച് പ്രിന്റ് ചെയ്യുന്നു. ദി സം ഓഫ് num1 ആൻഡ് num2 ഈസ് സം. മെയിൻ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അവസാനം ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. ഇത് സെക്കൻഡ് അപ്രോച്ച്. ബഫർ റീഡർ BR is equal to ന്യൂ ബഫർ റീഡർ ബ്രാക്കറ്റ് ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in. ഇനി ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് സെയിം പ്രോഗ്രാം. Java C ACCPIND Java ACCPIND enter the first number 30, enter the second number 40. The sum of 30 and 40 is 70. ഇപ്പോൾ നമ്മൾ ഇൻറ്റിജർ ഡേറ്റയാണ് നമ്മൾ എടുത്തത്. അടുത്തത് എങ്ങനെ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ എടുക്കാം. പ്രോഗ്രാം ടു അക്സെപ്റ്റ് ടു ഫ്ലോട്ട്സ് ഇന്ററാക്റ്റീവ്ലി യൂസിങ് കീബോർഡ് ആൻഡ് ഫൈൻഡിങ് ദി സം. വീണ്ടും import.io.star സെമിക്കോളൻ. കാരണം നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇൻപുട്ട് സ്ട്രീം റീഡറും ഉണ്ട് ബഫർഡ് റീഡറും ഉണ്ട്. അത് രണ്ടും ജാവയ്ക്കകത്ത് IO പാക്കേജിനകത്താണ്. അപ്പോൾ അത് നമുക്ക് പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അതിന് വേണ്ടി ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാവ പ്രോഗ്രാമിൽ ഏറ്റവും ആദ്യമായിരിക്കണം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. ക്ലാസ് ACCP അക്സെപ്റ്റ് ഫ്ലോട്ട് എന്നുള്ള ഷോർട്ട് ഫോം. ക്ലാസ് ACCP ഫ്ലോട്ട്. ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. അടുത്ത മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മീൻ സ്ട്രിംഗ് ARGS ത്രോസ് IO എക്സെപ്ഷൻ. ബഫർ റീഡർ ക്ലാസ് ഒക്കെ വരുന്നുണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വേണം. അപ്പോൾ ത്രോസ് IO എക്സെപ്ഷൻ. വീണ്ടും മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. അപ്പം ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് മാറി ഫ്ലോട്ടായി. ഫ്ലോട്ട് num1, num2, സം. ബഫർ റീഡർ BR is equal to ന്യൂ ബഫർ റീഡർ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ system.in. അപ്പം system.in വഴി ബൈറ്റ് ഫോമിൽ ഡാറ്റ എടുക്കും. അത് ഇൻപുട്ട് സ്ട്രീം റീഡർ ബൈറ്റ് ഫോമിലുള്ള ഡാറ്റ കൺവേർട്ട് ചെയ്ത് ക്യാരക്ടർ ആക്കും. എന്നിട്ട് അത് നേരെ ബഫർ റീഡറുടെ ടെക്സ്റ്റ് ഫോമിൽ പോവും. അത് ബഫർ ചെയ്ത് വെക്കും. അവിടുന്ന് നമ്മളിനി നോക്കാൻ പോകുന്ന റീഡ് ലൈൻ മെത്തേഡ് വെച്ച് അതിൽ നിന്ന് ഡാറ്റ എടുക്കും. പിന്നെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. system.out enter the first number. ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. കമ്പ്യൂട്ടർ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യും. num1 is equal to float.parseFloat br.readline. നേരത്തെ ഇൻറ്റിജർ ആക്കാൻ വേണ്ടി ഇൻറ്റിജർ .parseIND ആയിരുന്നു. ഇവിടെ float.parseFloat. അപ്പം റീഡ് ലൈൻ വെച്ച് ആ ബഫേർഡ് റീഡറിൽ നിന്ന് എടുക്കുന്ന സ്ട്രിംഗ് ഫോമിലുള്ള ഡേറ്റ .parseFloat മെത്തേഡ് വെച്ച് കൺവേർട്ട് ചെയ്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആക്കിയിട്ട് num1 സ്റ്റോർ ചെയ്യും. അതേപോലെ അടുത്ത system.out enter the second number. num2 is equal to float.parseFloat br.readline. അപ്പം സെക്കൻഡ് നമ്പറും ഇതേപോലെ എടുത്ത് ബഫേർഡ് റീഡറിൽ നിന്ന് എടുത്ത് പാഴ്സ് ഫ്ലോട്ട് എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് നേരെ നമ്പർ 2 വയ്ക്കും. ഇനി നമ്മൾ കൂട്ടാൻ വേണ്ടി സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2. ഇനി അത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യിക്കുന്നു. system.out അല്ല ദി സം ഓഫ് num1 ആൻഡ് num2 ഈസ് സം. നമ്മളെ മെയിൻ മെത്തേഡിന്റെ ബ്രേസസ് ക്ലോസ് ചെയ്തു. പിന്നെ ക്ലാസിന്റെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് നമ്മൾ കമ്പൈൽ ചെയ്യാൻ വേണ്ടി Java C ACCP float.java റൺ ചെയ്യാൻ വേണ്ടി Java ACCP float. അപ്പോൾ കമ്പ്യൂട്ടർ എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്ന് ചോദിക്കും. നമ്മൾ ഫ്ലോട്ടിംഗ് നമ്പറാണ്. അപ്പോൾ 4.75 എൻ്റർ ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടർ അടുത്തത് ചോദിക്കും എൻ്റർ ദി സെക്കൻഡ് നമ്പർ. അപ്പോൾ നമ്മൾ 3.50 എൻ്റർ ചെയ്തു. ദി സം ഓഫ് 4.75 ആൻഡ് 3.5 ഈസ് 8.25. ഇപ്പം നമ്മൾ എങ്ങനെ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എടുക്കാൻ നോക്കി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ. പ്രോഗ്രാം ടു അക്സെപ്റ്റ് ടു ഡബിൾ ഇന്ററാക്റ്റീവ്ലി യൂസിങ് കീബോർഡ്സ് ആൻഡ് ഫൈൻഡിങ് ദി സം. വീണ്ടും import java.io.star സെമിക്കോളൻ. കാരണം ഇൻപുട്ട് സ്ട്രീം റീഡറും
ബഫർ റീഡർ ക്ലാസ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ലാസ് ACCP ഡബിൾ ആയതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ഡബിൾ എന്നുള്ള രീതിയിൽ ACCP ഡബിൾ എന്നുള്ള പേര് കൊടുത്തു. അടുത്ത ക്ലാസിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്. അടുത്ത മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS ത്രോസ് IO എക്സെപ്ഷൻ. വീണ്ടും ഇവിടെ ബഫർ റീഡർ ക്ലാസ് ഒക്കെ വരുന്നുണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വേണം. അപ്പോൾ ത്രോസ് IO എക്സെപ്ഷൻ. ആ മെയിൻ മെത്തേഡിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് ഓപ്പൺ ചെയ്തു. ഡബിൾ num1, num2, സം. ഇപ്പം ഇൻറ്റിജറും അല്ല ഫ്ലോട്ടും അല്ല, ഡബിൾ ആണ്. അപ്പം ഡബിൾ ഡാറ്റ ടൈപ്പ് num1, num2, സം. വീണ്ടും ബഫർ റീഡർ BR ന്യൂ ബഫർ റീഡർ ബ്രാക്കറ്റിൽ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ സിസ്റ്റം.in വഴി ബൈറ്റ് ഫോമിൽ വരുന്ന ഡാറ്റ ഇൻപുട്ട് സ്ട്രീം റീഡർ അതിനെ കൺവേർട്ട് ചെയ്ത് ക്യാരക്ടർ ഫോമിലാക്കും. എന്നിട്ട് നേരെ ബഫർ റീഡറിലോട്ട് ടെക്സ്റ്റ് ഫോമിൽ ഇപ്പോൾ അവിടെ ബഫർ ചെയ്ത് വെക്കും. അത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ബഫർ റീഡറിൻ്റെ ഓബ്ജക്റ്റായ BR.readLine മെത്തേഡ് വഴി അതിനെ എടുക്കും. പിന്നെ ഡബിൾ.പാഴ്സ് ഡബിൾ വഴി കൺവേർട്ട് ചെയ്ത് ഡബിൾ ആക്കിയിട്ട് നമ്മൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഡാറ്റ എടുക്കാൻ വേണ്ടി system.out.print എൻ്റർ ദി ഫസ്റ്റ് നമ്പർ. കമ്പ്യൂട്ടർ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡബിൾ ഡാറ്റ ടൈപ്പ് ടൈപ്പ് ചെയ്യും. num1 double.parse double BR.readLine. അപ്പം readLine മെത്തേഡ് വഴി ബഫേർഡ് റീഡറിനകത്ത് ടെക്സ്റ്റ് ഫോമിൽ കിടക്കുന്നതിനെ എടുത്ത് പാഴ്സ് ഡബിൾ മെത്തേഡ് അതിനെ കൺവേർട്ട് ചെയ്ത് ഡബിൾ ക്യാരക്ടർ ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോമിൽ നിന്ന് സ്ട്രിംഗ് ഫോമിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഡബിൾ ഫോമിലാക്കും. അങ്ങനെ ഡബിൾ ഫോമിലാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് num1 എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. അടുത്ത നമ്പർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി system.out.print എൻ്റർ ദി സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പം num2 double.parse double BR.readLine. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ നമ്പർ ഇതുപോലെ ബഫേർഡ് റീഡറിൽ നിന്ന് readLine മെത്തേഡ് വഴി എടുക്കും. പാഴ്സ് ഡബിൾ മെത്തേഡ് വെച്ച് അതിനെ സ്ട്രിംഗ് ഫോമിൽ നിന്ന് ഡബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് num2വിനകത്ത് സ്റ്റോർ ചെയ്യും. വീണ്ടും സം num1 plus num2. പിന്നെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി system.out.println ദി സം ഓഫ് num1 and num2 ഈസ് സം. ഓപ്പണിംഗ് ബ്രേസ് ക്ലോസ് ചെയ്യും. ഇനി ഈ പ്രോഗ്രാമിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ജാവാസി accept double.java റൺ ചെയ്യാൻ വേണ്ടി ജാവ accept double എൻ്റർ ദി ഫസ്റ്റ് നമ്പർ. അപ്പം ഡബിൾ ആണ്, അപ്പോൾ പ്രിസിഷൻ കൂടി 5.5432 ആദ്യത്തെ നമ്പർ കൊടുത്തു. അപ്പോൾ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. എൻ്റർ ദി സെക്കൻഡ് നമ്പർ 8.432 എന്ന് കൊടുത്തു. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യും. ദി സം ഓഫ് 5.5432 ആൻഡ് 8.431 ഈസ് 13.9753. ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റിജറും ഫ്ലോട്ടും ഡബിളും എല്ലാം ഇൻറ്ററാക്റ്റീവായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ബഫർ റീഡർ ക്ലാസ് system.in ഇൻപുട്ട് സ്ട്രീം റീഡർ എല്ലാം യൂസ് ചെയ്തുകൊണ്ട്. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു.